ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൺ. ചൂട് സമയത്തൊക്കെ അടിച്ചു കുടിക്കാൻ പറ്റിയ നല്ലൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ. സാധാരണ രീതിയിൽ മുന്തിരി ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചുണ്ടിന് ചുറ്റും ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മുന്തിരി ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുന്തിരി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലരും പല രീതിയിൽ മുന്തിരി ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. ചിലർ ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിച്ച് മുന്തിരി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞളും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചു. കുറച്ച് മഞ്ഞൾ കൂടെ ആഡ് ചെയ്തത് അതിലെ വിഷമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളം ഒഴിച്ചു കളഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് 2-3 പ്രാവശ്യം മുന്തിരി നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത മുന്തിരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 1/2 കിലോ മുന്തിരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ വെക്കേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു 2 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ മുന്തിരിയൊക്കെ നന്നായിട്ട് തിളച്ച് ഉടഞ്ഞു വരും. അപ്പോൾ ഉടഞ്ഞില്ലെങ്കിൽ ബാക്കി ഒരു തവി ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി വെള്ളം ആകാതെ നോക്കണം. എന്നാലേ നമ്മളടിക്കുന്ന ജ്യൂസിന് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. ഇനി ഈ ഒരു മുന്തിരിയുടെ ചൂടൊക്കെ ഒന്ന് ആറിക്കിടണം, അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് വരണം. ഇപ്പോൾ മുന്തിരിയുടെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി ആ വെള്ളത്തോടുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ജ്യൂസിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മിൻറ്റ് ലീവ്സ് ആണ്. അത് നമുക്കൊരു 2 എണ്ണം മുറിച്ചതേപോലെ ചേർത്ത് കൊടുക്കാം. 2 എണ്ണം തന്നെ ധാരാളം മതിയാകും, അതിൽ കൂടുതൽ വേണ്ട. ഇനി നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുന്തിരി നമുക്ക് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത മുന്തിരി നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ ദ്വാരമുള്ള അരിപ്പയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പാച്ചിലൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചു കിട്ടും. അപ്പോൾ ജ്യൂസൊക്കെ നന്നായിട്ട് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. തണുപ്പിന് വേണ്ടി ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ലെമൺ ജ്യൂസ് ഗ്ലാസ്സിലേക്കല്ലേ ആഡ് ചെയ്തത്, അപ്പോൾ എല്ലാവരും ഒരേപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. മിൻറ്റ് ലീവ്സും അതേപോലെ തന്നെ ഗ്രേപ്സും വെച്ച് നമുക്ക് ഈ ഒരു ജ്യൂസ് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. ഇതുപോലെ തന്നെ നല്ല നല്ല ജ്യൂസിൻ്റെ റെസിപ്പീസും അതുപോലെ തന്നെ പുഡിങ് അങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് എല്ലാം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ. നല്ലൊരു റെസിപ്പി വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.